ഇപ്പോൾ നമ്മോടൊപ്പം ബാലതാരമായി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച് തൃശ്ശൂരിൻ്റെ പ്രിയ നായിക മാളവിക നായർ വിഷുവിശേഷങ്ങളുമായി TCVയോടൊപ്പം ചേരുന്നുണ്ട്. മാളവിക, നമസ്കാരം. ആദ്യമേ തന്നെ വിഷുവിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ് സ്നേഹത്തോടെ. ഹാപ്പി വിഷു. ഓക്കെ, മാളവികേനെ എനിക്ക് മാളവിക എന്ന് വിളിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടത്തോടെ വിളിക്കാൻ തോന്നുന്നത് മാളു തന്നെയാണ്. കാരണം ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന ഒരു ആളാണ് മാളവിക. അപ്പോൾ വളർന്നു വലിയൊരു നായികയൊക്കെ ആയി. എങ്കിൽ പോലും നമ്മളിപ്പം TCVനെ ഒഫീഷ്യലായിട്ട് എടുക്കുവാണെങ്കിലും മാളു എല്ലാ പരിപാടികൾക്കും നമ്മുടെ ഒപ്പം വരാറുണ്ട്. അപ്പം ചെറിയ വാർത്തയൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ഉണ്ടായി ചെറിയ കാലത്ത്. അപ്പം ഈ ഒരു വിഷു എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്? ഒരുപാട് സന്തോഷം. എനിക്കും അങ്ങനെ വിളിച്ചു കേൾക്കാൻ തന്നെയാണ് ഇഷ്ടം. എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ TCV ആയിട്ട് ചെറുപ്പത്തിൽ വലിയൊരു ബന്ധമുണ്ട്. അപ്പോ ഒരുപാട് സന്തോഷം ഈ വിഷു ദിവസത്തിൽ സംസാരിക്കാൻ സാധിച്ചതിൽ. ഇന്ന് വിഷുവായിട്ട് ഇപ്പം നാട്ടിലല്ല, ഇന്ന് ചെന്നൈയിലാണുള്ളത്. അതാണ് ഒരു ചെറിയ വ്യത്യാസം ഈ ഒരു വിഷുവിനുള്ളത്. ഓക്കെ, അപ്പൊ എന്താ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ ചെന്നൈയിലുള്ളത്? അല്ല, എന്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്യണേ. അപ്പൊ ഞാൻ ഇവിടെ അച്ഛന്റെ അടുത്ത് വന്നതാണ്. ഓക്കെ, അപ്പം നാട്ടിൽ ആയിരിക്കുന്ന സമയത്ത് ഇപ്പം വിഷു എന്ന് പറയുമ്പം നമുക്കറിയാം എല്ലാവർക്കും കണി കാണുക, അത് കഴിഞ്ഞാൽ കൈനീട്ടം വാങ്ങുക, സദ്യ കഴിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പം ഒരു മാളവികയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു വിഷു ഓർമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. തലേ ദിവസം മുതൽ വിഷു കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പ്. പിറ്റേ ദിവസം രാവിലെ കണി കാണുക, പിന്നെ വിഷു കൈനീട്ടം വാങ്ങിക്കുക, സദ്യ കഴിക്കുക, തറവാട്ടിലെല്ലാരും കൂടും. ഇതൊക്കെ തന്നെയാണ് ഒരു വലിയ ഓർമ്മ. ഇപ്രാവശ്യം ആ കാര്യങ്ങളൊക്കെ കുറച്ച് മിസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വിഷുവിന് അത് ഗംഭീരമായിട്ട് തന്നെ തീർക്കാം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ TCV പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വിഷു ആശംസ പറഞ്ഞാൽ അത് വളരെയധികം സന്തോഷമാവും. തീർച്ചയായിട്ടും TCV പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ, ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം മാളവിക എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനായിട്ട് ആളുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. ഇനി പുതിയ പ്രോജക്റ്റ് ഉണ്ടോ, അതോ പഠിപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണോ? അതും കൂടി ഒന്ന് പറയാമോ? ഇപ്പം ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമൃത യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ. ഇപ്പൊ PhD റിസർച്ച് ഭാഗമായിട്ട് നടക്കുകയാണ്. ഇപ്പൊ ആസ് ഓഫ് നൗ പ്രോജക്ട്സ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയാൻ. ഇതാണ് ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അയ്യോ, പാട്ടിന്റെ ഏരിയല്ല. ഞാൻ ഡാൻസിന്റെ എന്തോ ഡാൻസ് ആണ് എന്റെ മെയിൻ അല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്നാലും ഒരു രണ്ടുപേരായിട്ട് ഞാൻ പാടുന്നില്ല എന്ന് മാത്രം. ഓക്കെ, സാറില്ല. എന്തായാലും വളരെയധികം സന്തോഷം. ഈ ഒരു തിരക്കിന്റെ ഇടയിലാണെങ്കിൽ പോലും നമ്മോടൊപ്പം വിളിച്ചപ്പോൾ തന്നെ ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി എത്തി. നമ്മുടെ TCV പ്രേക്ഷകർക്ക് വേണ്ടി വിഷു ആശംസകൾ നേർന്നു, വിശേഷങ്ങൾ പങ്കുവച്ചു. വളരെയധികം നന്ദി. ഒരിക്കൽ കൂടി മാളുവിനും ഒപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും TCVയുടെ പേരിലും TCVയുടെ എൻറ്റയർ ക്രൂവിന്റെ പേരിലും വിഷു ദിനാശംസകൾ നേരുകയാണ്.